ഒരു ഷർട്ട് ഇതുപോലെ വെട്ടിമുറിക്കണമെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എന്താ കാര്യം എന്നല്ലേ, കുറച്ച് ദിവസമായി ഞാൻ കരുതി വച്ചിരിക്കുന്നു. ഈ ഒരു ഷർട്ട് ഒറ്റ തവണയായിട്ടോ എൻ്റെ കെട്ടിവിട്ടിട്ടുള്ളൂ. ഞാനിത് എപ്പോൾ ഇടാൻ പറഞ്ഞാലും പറയും ഇതാകെ ചുളിവാ, ഇത് അയൺ ചെയ്തിട്ടില്ല, അയൺ ചെയ്ത് വെക്കാത്തതുകൊണ്ടാണ് ഇടാത്തത്. അയൺ ചെയ്ത് സെറ്റാക്കി കയ്യിൽ കൊണ്ടു കൊടുത്തപ്പോൾ അടുത്ത പരാതി, ഇതിന് നീളം കുറവാണ് പോലും. രാവിലത്തെ പണിത്തിരക്കിൻ്റെ ഇടയിൽ ഇതെല്ലാം ചെയ്തിട്ട് അവസാനം ഇങ്ങനെ കേട്ടാൽ പിന്നെ നമ്മൾ വെറുതെ ഇരിക്കണം. എന്നാൽ ഇനി നിങ്ങളിത് ഇടണ്ട. കെട്ടിയവനോടുള്ള സകല ദേഷ്യം മനസ്സിൽ വിചാരിച്ച് ഞാൻ എൻ്റെ ആയുധം എടുത്തു കേട്ടോ. കട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് നേരത്തേക്ക് ഇനി ഇത് എന്ത് ചെയ്യുന്നുള്ള ആലോചനയിലായിരുന്നു കേട്ടോ. പിന്നെ ഇതൊരു മീഡിയം സൈസ് ഷർട്ട് ആയതുകൊണ്ടും ഞാനൊരു സ്മോൾ സൈസ് ആയതുകൊണ്ടും ഇതിൻ്റെ മുകളിൽ വലിയ താജ്മഹലൊന്നും പണിയാൻ പറ്റില്ല എന്ന് എനിക്ക് ആദ്യം മനസ്സിലായി കേട്ടോ. അപ്പോൾ പിന്നെ വലിയ പരീക്ഷണത്തിനൊന്നും നിന്നില്ല. ആദ്യം തന്നെ കോളറും സ്ലീവൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. പിന്നെ നമ്മുടെ സാധാരണ പണി തന്നെ, ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്തു, ആം ഹോൾ മാർക്ക് ചെയ്തു, ആം ഹോൾ കർവ് വരച്ചു, ഷേപ്പും മാർക്ക് ചെയ്തു കേട്ടോ. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. ഫ്രണ്ടിലെ ബട്ടൺസൊക്കെ ഞാൻ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു കേട്ടോ. എന്നിട്ട് നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ റൗണ്ട് നെക്കാണ് കേട്ടോ ഞാൻ ബാക്കിലും ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്ക് നെക്കിൽ ഞാനൊരു ബോയും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഇത് നിങ്ങൾ ആരെങ്കിലും അനുകരിച്ച് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയാൽ ഞാൻ ഉത്തരവാദിയായിരിക്കില്ല എന്നുകൂടി പറഞ്ഞോട്ടെ. വൈകിട്ട് എൻ്റെ കെട്ടിയവൻ വീട്ടിൽ വന്നപ്പോൾ ഇതിങ്ങനെ ആക്കിയതിൻ്റെ ഒരു അഹങ്കാരം മുഖത്തില്ലാതെയാണ് ഞാൻ നിന്നിരുന്നത്. ഒടുവിൽ സത്യം പുറത്തു വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും ഉണ്ടായില്ല കേട്ടോ. എന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ടായിരിക്കും കുറച്ച് നേരം ഒരു മൗനവ്രതം ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങ് ശരിയായി. അതും ഇനി എന്തെങ്കിലും പറഞ്ഞാൽ നാളെ വേറെ വല്ല ഷർട്ടും എടുത്ത് ഇതുപോലെ ചെയ്യുമെന്ന് പേടിച്ചിട്ടാണോ എന്നറിയില്ല. അപ്പോൾ അതേ ഈ കഥ പറച്ചിലിൻ്റെ ഇടയിൽ നമ്മുടെ ഷർട്ട് ഇതാ ഈ പരിവായിട്ടുണ്ട് കേട്ടോ. സ്ലീവ് കൂടി അറ്റാച്ച് ചെയ്ത് സൈഡ് ജോയിൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ലൊരു ടോപ്പ് റെഡിയായി കേട്ടോ. അവസാനം കിലുക്കത്തിൽ രേവതി പറഞ്ഞ പോലെ ഞാൻ ഇത്രയല്ലേ ചെയ്തുള്ളൂ എന്ന ഭാവത്തിൽ നമുക്കൊരു ഫോട്ടോഷൂട്ട് കൂടി ആയാലോ. അപ്പോൾ അതെ നമ്മുടെ ഷർട്ട് ഈ പരിവായിട്ടുണ്ട് കേട്ടോ. ജീൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടോപ്പായിട്ടുണ്ട് കേട്ടോ. കോട്ടൺ വെയർ ആയതുകൊണ്ട് തന്നെ ചൂട് തീരെ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ബാക്കിൽ നമ്മൾ ആ ബോയും കൂടി സെറ്റ് ചെയ്തപ്പോൾ ഈ ഷർട്ടിൻ്റെ ലുക്കേ മാറിപ്പോയി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ പഴയ ഷർട്ട് ഏതെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇത് ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്